അങ്ങനെ വ്യക്തിഹത്യ ചെയ്ത സായിയെ അതേ നാണയത്തിൽ തന്നെ സാർ കൊടുത്താ കൊല്ലത്ത് ന്യായമാണോ ഇത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചോണ്ടാണ് സായിയോട് സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ മൂന്നാം ചാനലല്ലേ ചോദിച്ചേ സഹിച്ചോ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നത് ഒരിക്കലും ജെൻസി ക്രൗഡ് അല്ല അവിടുത്തെ അട്രോസിറ്റീസ് ഉണ്ടാക്കി വെക്കുന്നത്. വളരെ കുറവാണ് അവര്. ഒരു 35+ ഉള്ള ആളുകളാണ് ശരിക്കും ഈ കമന്റ് ബോക്സിൽ അട്രോസിറ്റി കാണിച്ചു കൂട്ടുന്നത്. എല്ലാവരും നല്ലവരൊന്നുമല്ല, എല്ലാവരും ഭാഗത്ത് തെറ്റുകൾ പറ്റുന്നുണ്ട്. മനുഷ്യരാണ്. 100% ഞാൻ യോജിക്കുന്നു. നമ്മുടെ ആറാട്ടണ്ണൻ, പിന്നെ ഒരു അലൻ ജോസ് പെരേര, ഇവരൊക്കെ ആൾക്കാർ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. 2ാം പ്രാവശ്യം പറഞ്ഞു ന്യൂസ് ഇട്ടു, ഇനി 3ാം പ്രാവശ്യം വേറൊരു നടീന്റെ പേര് പറഞ്ഞ ന്യൂസ് ഇടുന്നു. ഇയാളുടെ പ്രശ്നമല്ല, ഇതൊക്കെ ന്യൂസ് കൊടുത്ത് ഇയാളെ ഇതാക്കുന്ന ഇവരുടെ പ്രശ്നമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സന്തോഷ് ജി എപ്പോ വന്നാലും പറയുന്നത് എന്താ, ഇത് ന്യൂസ് ഇടുന്ന എന്തിനാ, ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്ന എന്തിനാ? സന്തോഷ് ജി എങ്ങനെ പോപ്പുലർ ആയേ? അതാണ് സന്തോഷ് പോപ്പുലർ ആയത് എങ്ങനെ? നീ അവനിട്ട് പണിഞ്ഞിട്ട് എനിക്കിട്ട് കേട്ടരുത്. സോഷ്യൽ മീഡിയയിൽ സന്തോഷ് ജിയുടെ കണ്ടന്റ് സന്തോഷ് ജി വെച്ച് കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ്. എടാ ബുദ്ധിമാനം, നീ ഒരു മഹാനാട്ടോ. സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാനൊരു പൊട്ടൽ എടുത്ത് ഞാൻ പറഞ്ഞില്ല. അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയും അവരെ എന്നെ കുറിച്ചുള്ള ഒരു സൂചി കുത്തായിടം കിട്ടിയാൽ അവിടെ കിണർ കുഴിക്കേണ്ട വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ കുറച്ചു നേരം ഞങ്ങൾ ഇരുന്നവിടെ സംസാരിച്ചു. അപ്പൊ എനിക്ക് ബോധ്യമായത് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കഴിവുകളോ എന്താണോ അത്, പക്ഷെ ആ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന മെത്തേഡ് മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കുന്നില്ല. ഇനി നെഗറ്റീവ് ഉപയോഗിച്ച് മാത്രമേ എനിക്ക് ഈ സാധ്യത ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പണവും പ്രശസ്തിയും ഉണ്ടാക്കാൻ സാധിക്കൂ, അങ്ങനെ കാണുന്ന ആളുകളുണ്ട്. ഇതിനൊരു നെഗറ്റീവ് അൽഗോറിതം ഉണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. അതൊരു പ്ലാറ്റ്ഫോം, ഒരു റീജിയനിൽ നെഗറ്റീവ് അൽഗോറിതം വർക്ക് ആവുന്നുണ്ട് കഴിഞ്ഞാൽ അവരത് ചെയ്തുകൊണ്ടിരിക്കും. അടിച്ച് പല്ലണാക്കിലാക്കിയാൽ ആ ചെരിയും അവിടെ വെക്കും. ഏറ്റവും ഈ 3 കാര്യങ്ങൾക്കാണ്: കോമാളിത്തം, അപരാധം, അഡൽട്ട. ആറാട്ടെണ്ണം പറഞ്ഞ 3 കാറ്റഗറി ഇല്ലേ, ഇതൊന്നും അല്ല അവിടെ വിറ്റ് പോകുന്നത്. മലയാളികളുടെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പിൽ വിറ്റ് പോകുന്നത് ചാരിറ്റിയാണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അഥവാ യൂട്യൂബ് ഇങ്ങനെയൊന്നും പൈസ തരുന്നില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്ന് പൈസ കിട്ടുന്നില്ലെന്നായാൽ അണ്ണൻ ഈ പരിപാടി നിർത്തുവോ? എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ? ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. എന്ന് ഇവര് നിർത്തുന്നോ അന്ന് ഇദ്ദേഹം പണി നിർത്തും. ഇവിടെ അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. അല്ല, പണ്ഡിറ്റിന്റെ കണ്ടന്റ് പണ്ഡിറ്റ് മാത്രം ഇട്ട് പോവാണ്, അത് റീപോസ്റ്റ് ചെയ്യണില്ല. പണ്ഡിറ്റിന്റെ ഒരു ഇന്നലെ വരെ ഇപ്പൊ CJ റോയ് സാറിന്റെ മരണം, അല്ലെങ്കിൽ സഞ്ജു സാംസനെ കുറിച്ച് ഞാൻ എഴുതിയത് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മനോരമ ചാനലിലും മറ്റു ഏഷ്യൻ ചാനലിലും സന്തോഷ് പണ്ഡിറ്റിന്റെ എത്രയോ കാര്യങ്ങളിൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നു. സന്തോഷ് പണ്ഡിറ്റ് ബാക്കിയുള്ളവരുടെ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് മെയിൻ ചാനലുകള്, സാറ്റലൈറ്റ് ചാനലുകൾ അടക്കം ഈ പറയുന്ന ആറാട്ടെണ്ണന്റെ പല പോസ്റ്റുകളും എടുത്തിട്ട് അവരത് പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഇല്ലേ? ആർക്കും അവിടെ ക്രെഡിബിലിറ്റി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ സൈഡാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ എല്ലാവർക്കും എക്സിസ്റ്റൻസ് ആണ് മാറ്റർ. എനിക്കത് അറിഞ്ഞാൽ മതി. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പോയിന്റ് ആണ്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നു. അങ്ങേക്കുള്ള കോർ ഓഡിയൻസ് ഒരു 1 ലക്ഷം മാത്രമാണ്. 10 ലക്ഷം. ഈ 10 ലക്ഷത്തെ 3-ാം കിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. പിന്നെ നാണക്കെടുത്തി സ്വന്തമായി ചാരിറ്റി ചെയ്ത് സ്വന്തമായി കോമാളിത്തരം 3-ാം ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? ഇവരെ പോലത്തെ 3-ാം കിട ചാനലിന് മറ്റുള്ളവർ വേണം. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ XY വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്.
അല്ലെ അവന്റെ മോശത്തെ ഇതിട്ടായി ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം, അല്ലെങ്കിൽ സ്വന്തമായ മ്യൂസിക് ആയാലും ഇത് ചെയ്ത് അത് കൃത്യമായി എന്റെ നോക്കി അറിയാൻ പറ്റും. 57 ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട്. അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. ഇത്ര നേരം ആ മനുഷ്യൻ അവിടെ ഇരുന്ന് പറഞ്ഞ എന്താ, ഇയാൾ ഭയങ്കര സാത്വികനാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, അയാളെ ചാനലിലൂടെ അയാളെ കാര്യം മാത്രമേ. ഈ ഒരു 24x7 വലിയൊരു സാറ്റലൈറ്റ് ചാനൽ ഇങ്ങനെ വന്നിരുന്ന് ഇതിനകത്ത് വന്നിരുന്നിട്ട് വേറൊരാളെ ചാനൽ മൂന്നാംകിട ചാനൽ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ എത്രത്തോളം നാട്ടുകാർ അളക്കില്ലേ? ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു യൂട്യൂബിലോ ഒരു ഫേസ്ബുക്കിലോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ സെക്കൻഡ് പാർട്ടിയുടെ ഒരു കണ്ടന്റ് എടുക്കരുത് എന്നുള്ള നിയമമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ ചാനലിൽ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. ഇന്നേ വരെ എനിക്ക് അതിന്റെ പേരിൽ ഒരു കേസും ഇല്ല. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചാനൽ ചർച്ച മുതൽ ഇദ്ദേഹത്തിന്റെ സിനിമ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അപരാധം എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ മാറി. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ മാറി. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ചാനൽ നോക്കുമ്പോൾ നമ്മൾ ആ മാറ്റം കണ്ടു. ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, പോകുന്നു, അഭിപ്രായം പറയുന്നു, പോകുന്നു. ഒരു നേരം പോയിട്ട് അവിടെ ചെന്നിട്ട് മൂന്നാംകിട ചാനലാണ് മറ്റാന്ന് നമ്മൾ പറയാൻ നിൽക്കാറില്ല. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? ഇത് സ്വന്തം ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഇതേപോലെ ബുള്ളി ചെയ്യുന്ന ഈ കൾച്ചർ ഇന്ന് ഇവിടെ എക്സ്പോസ്ഡ് ആയി. ഇതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? അദ്ദേഹം പറഞ്ഞത്, സന്തോഷം പറഞ്ഞത് എന്താ പറഞ്ഞത്? ഞാൻ എന്റെ ചാനലിൽ ഞാൻ സ്വയം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സ്വയം ടെലികാസ്റ്റ് ചെയ്യുന്നു. അത് ആളുകൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യുന്നു. സന്തോഷിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ബഹുമതി എന്ന് അദ്ദേഹത്തിൽ ഒരു നല്ല മനുഷ്യനുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു സെൻസ് ഉണ്ട്. സായിയെ പോലെയല്ല, സായിയെ പോലെ നിന്റെ ചാനലിനെ പോലെ മൂന്നാംകട ചാനൽ, അതായത് സെക്കൻഡ് പാർട്ടിയുടെയോ തേർഡ് പാർട്ടിയുടെയോ കണ്ടന്റ് അതെങ്ങനെ മൂന്നാംകടയോ? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ വാക്ക് ഉപയോഗിച്ചാൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ സോറി പറയാനല്ല, ആ പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം പറഞ്ഞു. സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഇദ്ദേഹത്തിൽ അല്ലല്ല സാർ, അയാൾ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരം. അത് കഴിഞ്ഞിട്ടാ പറഞ്ഞേ. അല്ല അല്ല അങ്ങനെ വ്യക്തി ഹത്യ ചെയ്ത സായിയെ അതേ നാണയത്തിൽ തന്നെ സാർ കൊടുത്ത കൊല്ലത്ത് ന്യായമാണോ ഇത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചോണ്ട ആള് സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ മൂന്നാം ചാനലല്ലേ ചോദിച്ചേ, സഹിച്ചോ? എടാ മേലനങ്ങാതെ ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെ ഒക്കെ കഴുതേ. ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് കേട്ടാൽ ഇട്ടിച്ച് നിന്റെ അസ്ഥിയെല്ലാം ഓടിക്കും. ബ്ലഡി ഫൂൾ.